അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ക്ലാസ് കഴിഞ്ഞ് ഷിഫയും നുസൈബയും അവരുടെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി ഷിഫ പഠിക്കുവാനുള്ള ബുക്സ് എടുക്കുന്നതിനിടയിലാണ് ആ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. പഠിച്ചോനെ, പൈസയോ? അല്ലാ, ഇത് ആ പെണ്ണിന് കൊടുക്കാനുള്ള പൈസയാണല്ലോ. എൻ്റെ അടുത്ത് നിന്ന് അതങ്ങ് വിട്ടുപോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക പഠിച്ചോനെ? അല്ലാ, 5000 രൂപ ഉണ്ട്. അത്യാവശ്യം ഉണ്ടാവുമല്ലോ ഓരോ കാര്യങ്ങൾക്കും. പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. എന്തൊക്കെ തന്നെയായാലും എങ്ങനെയൊക്കെയോ പൈസ ഒപ്പിച്ച് കൊടുത്തതാണ് പാവം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? 2 ദിവസമാണെങ്കിൽ ക്ലാസ്സും ഇല്ല. അല്ലാ, ഓർമ്മ കിട്ടിയില്ല എനിക്ക്. എന്താ ഇപ്പം ചെയ്യുക പഠിച്ചോനെ? അതിൽ ഷിഫയുടെ ഉമ്മ പെട്ടെന്ന് അങ്ങോട്ട് വന്നു. ഷിഫ, എന്താ ഉമ്മ? അല്ല പെണ്ണെ, ഇത് ഇവിടുന്നാണ് ഇത്രത്തോനെ പൈസയൊക്കെ എൻ്റെ കയ്യിൽ? എന്ത് സംഭവം പറയേ. നിനക്കിപ്പോൾ ഇത്രയധികം പൈസ ഒന്നും ഞങ്ങൾ തരലില്ലല്ലോ. കൊടുക്കാനുള്ള കോളേജിൽ നേരിട്ട് അടിച്ചതാണല്ലോ. എന്തത് സംഭവം? അതും എത്രയാണിത്? ഇത് 5000 രൂപ ഉണ്ട്. അതല്ല, എവിടെ നിന്നാണിത്? സത്യം പറയും. പെൺകുട്ടികളുടെ കയ്യിൽ ഇങ്ങനെ പൈസ വെക്കാൻ പാടില്ലല്ലോ. സത്യം പറയും, എനിക്ക് ആരാ തന്നത്? ഉമ്മ, ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ പൈസയാണ്. ഷിഫ, നീ കളവ് പറയല്ല കേട്ടോ. ഫ്രണ്ടിൻ്റെ പൈസയൊക്കെ ഇങ്ങനെ ബാഗിൽ കൊണ്ട് നടക്കുകയാണല്ലേ. അത് ഇത്ര വലിയൊരു സംഖ്യയൊക്കെ എന്താ എനിക്ക്? ഉമ്മ, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ സ്കൂളിൻ്റെ മുമ്പിലായിട്ട് ഒരു മൊബൈൽ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടെന്ന്. എൻ്റെ ഫ്രണ്ട് നുസൈബ അവിടെ ഇവളുടെ ഫോൺ നന്നാക്കാൻ കൊടുത്തതായിരുന്നു. അത് ഡിസ്പ്ലേ ഒക്കെ മാറ്റി കുറച്ച് സെറ്റാക്കിയിരുന്ന ഫോൺ. അതിൻ്റെ ക്യാഷ് അദ്ദേഹം വാങ്ങിയിട്ടില്ല. ആ ഒരു ക്യാഷ് അവൾക്ക് കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ തന്നതാണ്. ഷിഫ, നീ എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത്? അതെങ്ങനെ നിൻ്റെ കയ്യിൽ തരിക? കൊടുക്കാനുള്ള ഓളെ കയ്യിലല്ലേ കൊടുക്കുക? അല്ലുമ്മ, അവൾ ഫസ്റ്റ് ഇറങ്ങിയിരുന്നു. പിന്നെ അയാൾ എന്നെ വിളിച്ച് എൻ്റെ കയ്യിലാണ് തന്നത്. എന്താ എനിക്ക് നുസൈബാൻ്റെ കൂടെ തന്നെ നടന്നാൽ ഈ എന്തിനാ ബാക്കിലാണ് നിൽക്കണേ? ഓരോരുത്തരെ ആണുങ്ങളെ വിളി കേൾക്കാൻ. ആർക്കറിയാം, എനിക്ക് വിശ്വസിക്കാനൊന്നും കഴിയണില്ല. എന്താ ഉമ്മങ്ങൾ ഇങ്ങനെ? ഒരു പെൺകുട്ടീൻ്റെ കയ്യിൽ 5000 രൂപ ഒന്നും കാണാൻ പാടില്ല. കണ്ടപ്പോൾ എന്താ? ഒന്നുമില്ലേ, ഇപ്പോഴത്തെ കാലമാണ്. ഏതെങ്കിലും ചെക്കന്മാരൊക്കെ തന്നതാണെങ്കിലോ? ഉമ്മ, അങ്ങനെയൊന്നും ആരും പൈസ തരില്ല. ഇനിയിപ്പോൾ തരികയാണെങ്കിൽ തന്നെ ഡ്രസ്സ് എടുക്കുക, അങ്ങനെയൊക്കെ തന്നെ ചെയ്തു തരുള്ളൂ. എന്തെങ്ങൾക്ക് അല്ലേ? എനിക്ക് പേടിയാണ്. എൻ്റെ ഇപ്പം ഇവിടെ ഇല്ലേ? എൻ്റെ ഇപ്പം ഗൾഫിലാണ്. എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയിക്കണേ. എന്തൊക്കെ ഉണ്ടെങ്കിലും ഉമ്മാർക്ക് തന്നെ ആയിരിക്കും കുറ്റം വരിക. അതുകൊണ്ട് എങ്ങനെയൊക്കെ നിങ്ങളെ നോക്കാൻ പറ്റും അങ്ങനെയൊക്കെയാണ് നോക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പൈസയെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ബേജാറാകണം ഷിഫ. പിന്നെ അതുമല്ല, നിങ്ങൾ എൻട്രൻസ് എക്സാം നിങ്ങൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോയാൽ എവിടേക്കാണ് എങ്ങോട്ടാണ് പോകുന്നത് അതൊന്നും ഞങ്ങൾക്കറിയില്ല. പഠിച്ചവനെ ഏൽപ്പിച്ചങ്ങോട്ട് വിടുകയാണ്. അപ്പോൾ ഉമ്മക്ക് ബേജാറാണെന്ന് കാണുമ്പോഴേ. എൻ്റെ കുട്ടി നല്ല രീതിയിൽ തന്നെ നടക്കണം കേട്ടോ. നുസൈബ നല്ല കുട്ടിയാണെന്ന് ഈ എന്നോട് പലപ്പോഴും പറയാറുണ്ട്. ഓളെ കൂട്ടത്തിൽ നിന്ന് തന്നെ കൂടിക്കോ ഉമ്മ. അത് തന്നെയാണ് ഓൾക്ക് കൊടുക്കാനുള്ള പൈസ തന്നെയാണിത്. അങ്ങനെ കൈക്കോട്ടെ. എനിക്ക് പേടിയുണ്ടൊക്കെ കാണുമ്പോഴേ. എന്താണെന്ന് വെച്ചാൽ പ്രവാസികളായ ഉപ്പമാരൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഒരു വർത്താനാണ്. ഓൾക്ക് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഓരെ തോന്നിയ പോലെയാണ് ഓരെ നടത്തം. അങ്ങനെയൊക്കെ നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ചാലും ആളുകൾ തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കൊന്നും നമ്മൾ പോവരുത്. അങ്ങനെ ഒരു ഇതിലും ചെന്ന് വീഴും ചെയ്യരുത്. അഥവാ അങ്ങനെ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉപ്പാക്ക് അറിയിക്കും. ഉപ്പാക്ക് ടെൻഷനാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് സൂക്ഷിച്ച് ജീവിക്കണത്. എൻ്റെ പൊന്നാരമ്മ, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ലേ. നമ്മളൊന്നും തെറ്റിലേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. പിന്നെ നമ്മളെ ശ്രദ്ധ പോലെ തന്നെയല്ലേ ഒക്കെ എല്ലായിടത്തും ഉണ്ടാവും. ഒരുപാട് ആളുകളൊക്കെ നോക്കി നിൽക്കാൻ ഇതിനൊക്കെ. അതൊക്കെ നമ്മളതിനനുസരിച്ച് ഞങ്ങൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലല്ലോ അമ്മ. എൻ്റെ മോള് നല്ല രീതിയിൽ ജീവിക്കണം കേട്ടോ. ഒന്നിലും ചെന്ന് ചാടരുതേ. സേബാക്ക് കൊടുക്കാനുള്ള പൈസയെന്ന് നീ പറഞ്ഞല്ലോ. പിന്നെ എന്താ നീ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? അതാ പോയി ആലോചിക്കണത്. അതും മറന്നു പോയതാണ്. മറന്നിട്ട് എൻ്റെ ബാഗിൽ ഞാൻ വെച്ചു. പിന്നെ തിരിച്ചത് അവളെ കൈ കൊടുക്കണമെന്ന് കരുതിയതാണ്. ഓർമ്മ കിട്ടിയല്ലേ. എന്താ ചെയ്യുക? നാളെ ഞാൻ കൊടുക്കും എന്തായാലും. മോളെ ഷിഫ, നീ പറയുന്നത് സത്യം തന്നെയല്ലേ? ഉമ്മ, നിങ്ങൾക്ക് തന്നെ 100% വിശ്വസിച്ചോളേ. പിന്നെ അതുമല്ല, എന്തെങ്കിലും സംശയം ഉണ്ട്, ഇതാ നുസൈബാൻ്റെ ഫോണിക്ക് നിങ്ങൾ വിളിച്ച് ചോദിച്ചും ചെയ്തോളെ. മോളെ, സംശയം കൊണ്ടൊന്നല്ല, ബേജാറ് കൊണ്ടാണേ. ഉമ്മാക്കൊരു പേടി തോന്നുകയാണ് ഇതൊക്കെ കാണുമ്പോൾ. നിങ്ങൾ മക്കളൊക്കെ പോറ്റി വളർത്തേണ്ട ഇത് ഉമ്മാക്കല്ലേ ഉള്ളത്. ഉപ്പ അങ്ങ് പ്രവാസ ലോകത്തല്ലേ. ഇപ്പം പൈസ അയച്ചു തരും, ശരിയാണ്. അതിനനുസരിച്ച് നമ്മൾ ജീവിക്കും. പക്ഷേ ഞാൻ എപ്പോഴും വിചാരിക്കും, നമ്മളൊപ്പം ഉണ്ടെങ്കിൽ എത്ര ഒരു നല്ലതായിരുന്നു. ഈ കാര്യങ്ങളൊന്നും എനിക്ക് നോക്കേണ്ടില്ലായിരുന്നു എന്ന്. മറ്റെല്ലാ കാര്യത്തിനും ഇപ്പം ഞാൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. എല്ലാവർക്കും അറിയണമല്ലേ സ്ഥിതി. ഒരു ഗൾഫുകാരെന്ന് വെച്ചാൽ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും വലിയ പൈസക്കാരനാണ്, ഇഷ്ടംപോലെ ആൾക്ക് പൈസ ഉണ്ടാവുമെന്ന്. അതൊരിക്കലും ഇല്ല. അതവരെ കണക്കാക്കി അയക്കും. നമ്മളെവിടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് ഒപ്പിച്ചങ്ങോട്ട് ജീവിക്കും. ഓൻ ഗൾഫുകാരനാണ് പറഞ്ഞാൽ തന്നെ എല്ലാവരുടെ മനസ്സിലും അങ്ങനൊരു
ചിന്താഗതി ഉണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനല്ല. അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. പിന്നെ എൻ്റെ കുട്ടീനൊന്നും എന്തായാലും ഒരു ഗൾഫുകാരനെ കൊണ്ട് ഞാൻ കെട്ടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കണില്ല. ഇവിടെ നാട്ടിൽ കൂലിപ്പണിയാണെങ്കിലും ഓല കൂടെ ജീവിക്കുക അതിനൊക്കൂല. ഇത് ഞാൻ കുറേ ആയി സഹിക്കണ്. ഇപ്പോൾ ഒന്ന് ക്യാൻസലാക്കി ഇവിടെ വന്ന് നിന്നാലോ? അതൊരു മാസമാകുമ്പോഴത്തേന് ആ ക്യാഷാണ് കഴിയും. പിന്നെയും ഗൾഫിക്ക് പോകേണ്ട തന്നെ അവസ്ഥ ആവും. പലവട്ടം നിർത്തി പോരണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ നിവൃത്തികേട് കൊണ്ട് തിരിച്ചു പോവുകയാണ്. എന്തപ്പോൾ ചെയ്യാം? ഉമ്മ നിങ്ങൾ വിഷമിക്കില്ലേ, ഒക്കെ റെഡിയാവും. ഞാനിതാ പഠിക്കണില്ലേ. ഞാൻ എന്തിനാ പഠിക്കണം നിങ്ങൾക്ക് അറിയോ? മോളെ, പഠിപ്പിൽ ഉഴപ്പരുത്. എൻ്റെ കുട്ടി പഠിച്ച എൻട്രൻസൊക്കെ എഴുതി വാങ്ങിയിട്ട് റാങ്കൊക്കെ കിട്ടിയിട്ട് നമുക്ക് നല്ലൊരു ജോലിയൊക്കെ നോക്കണം. ജോലിക്ക് വേണ്ടി പഠിക്കണമല്ലോ. 5 വർഷത്തെ കോഴ്സാണല്ലോ. ഇൻഷാ അല്ലാ അപ്പോൾ ഇതിനൊക്കെ ഇപ്പൊക്കെ ഉണ്ടാവുമെന്നാവോ എനിക്കറിയില്ല. ഇപ്പൊക്കെ എൻ്റെ കുട്ടി എന്നാണാവോ ഒരു താങ്ങായും തണലായും ഉണ്ടാവുക. എന്തായാലും പഠിച്ചോ കാത്തു രക്ഷിക്കട്ടെ. ഉമ്മ നിങ്ങൾ വിഷമിക്കല്ലേ, ഒക്കെ ശരിയാവും ഉമ്മ. മോളെ ശരിയാണ്, പക്ഷേ അതെന്നായിരിക്കും? ഇവിടെ ഒന്ന് നമ്മളൊക്കെ ഉപ്പാൻ്റെ കൂടെ ഒന്ന് ജീവിക്കാനുള്ളൊരു ഭാഗ്യം അതൊക്കെ എന്നുണ്ടാവുക എന്നാവും. ഇപ്പം തന്നെ ഉപ്പാക്ക് വയ്യാതായി തുടങ്ങി. എന്ന് തുടങ്ങിയതാണ് ഈ പോക്ക് എന്നാ. പോയതിലിതാ കുറച്ച് സ്ഥലം വാങ്ങി ഇതാ ഇവിടെ വീട് കൊടുത്തു. വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. പക്ഷെ അവിടെ നിന്ന് പോന്നിട്ട് എന്താ, ഇവിടെ എന്തെങ്കിലും നോക്കാൻ കഴിയുമോ? അതിനും വേണ്ട ഒരുപാട് പൈസ. ആ കിട്ടണ പൈസ ഇതുവരെ അധ്വാനിച്ചത് മുഴുവൻ ആ വീടുമൊക്കെ ഉണ്ടാക്കി. വീടിൻ്റെ പണികളൊക്കെ കഴിച്ചപ്പോത്തിന് ഇപ്പാക്ക് വയ്യാതെയായി. പിന്നെ നാട്ടിൽ നിന്നിട്ട് നിവൃത്തിയില്ലല്ലോ, എന്ത് പണി ചെയ്യാനാ? അതുകൊണ്ടാണ് തിരിച്ചു പോണത്. ഉമ്മ നമുക്ക് ഇത്ര വലിയ വീടൊന്നും എടുക്കേണ്ടില്ലായിരുന്നില്ലമ്മ, ചെറിയൊരു വീട് മതിയായിരുന്നില്ലേ? മോളെ അന്ന് അങ്ങനെ എടുത്ത് പിന്നെ ഇപ്പം അതിൻ്റെ പണി കഴിക്കാൻ കെട്ട പാടുക കണ്ടില്ലേ? ഉപ്പ 2 വർഷം അവിടെ നിന്നാൽ 2 മാസമാണ് ഇവിടെ നിൽക്കാറുള്ളത്. അപ്പോൾ ഇതിന് കയ്യിലുള്ള ക്യാഷ് കഴിഞ്ഞ് ഓടും. എന്താ ചെയ്യാം, പ്രവാസികളുടെയൊക്കെ ഒരു അവസ്ഥയെ. ഉമ്മ എല്ലാവർക്കും ഇങ്ങനെയൊന്നും അല്ലല്ലേ? അല്ല മോളെ, നല്ല പഠിച്ച് ഗൾഫിൽ പോയി ജോലി ഉള്ള ചെക്കന്മാരും ആളുകളൊന്നും അവർക്കൊന്നും ഇങ്ങനെയല്ല. അവർക്കൊക്കെ അത്യാവശ്യം സാലറി ഉണ്ടാവുകയും ചെയ്യും. ഇനി വേണമെങ്കിൽ 6 മാസം കൂടുമ്പോൾ വരികയും ചെയ്യാം. അങ്ങനെയാണ്. പക്ഷെ വേറെ ജോലിക്ക് പോയവർക്കൊക്കെ സ്ഥിതി ഇത് തന്നെയാണ്. ഓരോ ഭാഗ്യമാണ് അതൊക്കെ. ചില ആൾക്കാർക്കാണെങ്കിൽ ശമ്പളം ഒക്കെ വാരിക്കോരി എല്ലാവരും കൊടുക്കും. ചില അറബികൾ തന്നെ ഇഷ്ടം പോലെ കൊടുക്കും. ഇതിപ്പോൾ ഓരോ ഭാഗ്യമാണ്, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? ചില ആളുകൾ ഗൾഫിൽ പോയാൽ നല്ലോണം ഉണ്ടാക്കും. ചിലവരാണെങ്കിലോ വളരെ കുറച്ച് ആ തുച്ഛമായ ശമ്പളം മാത്രം. നമ്മളിപ്പോൾ കയ്യിൽ വെട്ടതാണ്. പിന്നെ കുറേ ആൾക്കാർ തട്ടിപ്പും വെട്ടിപ്പും അങ്ങനെയുണ്ട് കേട്ടോ. അങ്ങനെ അറബിനെ പറ്റിച്ചിട്ടും അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കണമല്ലോണ്ട്. അങ്ങനെയുള്ളവരും പെട്ടെന്ന് പണക്കാരോ. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ഈ ലോകത്ത് മാത്രം ജീവിച്ചാൽ പോരല്ലോ, നാളെ പരലോകത്തും ജീവിക്കണമല്ലോ. നമ്മൾ എന്തൊക്കെ തന്നെ കളവ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ അവിടെ തെളിയും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എല്ലാവരെയും. ആമീൻ. ഉമ്മങ്ങൾ ടെൻഷനാണ്ട് കേട്ടോ. ഉമ്മ ഒന്നുകൊണ്ടും ടെൻഷനാണ്ട. ഷിഫയുടെ ഉമ്മയെ ഷിഫ ഉപദേശിച്ചു. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അപ്പോഴേക്കും. പഠിച്ചവനെ പാവം, എൻ്റെ ഉമ്മ എത്ര കാലമായി കഷ്ടപ്പെടുന്നു. എൻ്റെ ഉപ്പയാണെങ്കിൽ മരുഭൂമിയിൽ കഷ്ടപ്പെടുകയാണ് ഞങ്ങൾക്കും വേണ്ടി. പഠിച്ചവനെ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ എന്തെങ്കിലും ഒന്ന് നല്ല രീതിയിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ റഹ്മാനെ. പിറ്റേന്ന് ഷിഫ സ്കൂളിലേക്ക് ഇറങ്ങുകയാണ്. ഉമ്മ പോയിട്ട് വരാം, അസ്സലാമു അലൈക്കും. മോളെ ആ ക്യാഷ് എടുത്തില്ലേ, വേഗം കൊടുക്കണം കേട്ടോ. ഉമ്മ ഞാൻ എടുത്തിട്ടുണ്ട് മോളെ, സൂക്ഷിച്ചു പോണേ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഷിഫ ബസ് കയറുവാൻ വേണ്ടി അതാ റോട്ടിലേക്ക് പോവുകയാണ്. അവളുടെ ബസ് വന്നു. അവൾ അതിൽ കയറി. അവൾ മനസ്സിൽ വിചാരിച്ചു, പഠിച്ചവനെ പെട്ടെന്ന് ഒന്ന് എത്തിയിരുന്നെങ്കിൽ, ഷിഫയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഈ ക്യാഷ് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ വെച്ചത് വല്ലാത്തൊരു മോശമായിപ്പോയി. എൻ്റെ ഒരു നേരത്തെ എന്താ പറയുക, ഒരു ഓർമ്മക്കുറവ്. കൊടുത്താൽ എന്ത് മതിയായിരുന്നു. ഇനിയൊരു പക്ഷേ ആ മൊബൈൽ ഷോപ്പിലുള്ള അവന് ഷിഫയോടെങ്ങാനും പറഞ്ഞെങ്കിലോ, ഇത് പൈസ ഇന്നലെ കിട്ടിയില്ല എന്നുള്ളത്. അവൾ കിട്ടിയില്ല എന്നും പറഞ്ഞാലോ, ഞാനൊരു കള്ളത്തിയായി മാറും. പഠിച്ചവനെ ഒരിക്കലും എൻ്റെ മനസ്സ് അങ്ങനെയല്ല കേട്ടോ, അറിയാതെ ഞാൻ കൊടുക്കാൻ മറന്നു പോയതാണ്. ഏകദേശം 20 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം അതാ അവിടെ അവൾ ബസ് ഇറങ്ങുകയാണ്. അവൾ നേരെ നോക്കിയത് മൊബൈൽ ഷോപ്പിലേക്കാണ്. ഇല്ല, മൊബൈൽ ഷോപ്പ് ഓപ്പൺ ആവുന്നേ ഉള്ളൂ തോന്നുന്നു. ഇന്നല്പം വൈകിയോ എന്താണാവോ, അല്ലെങ്കിൽ ഈ സമയമാകുമ്പോഴേക്കും അവിടെ സജീവമായിരിക്കും.
എന്തൊക്കെയോ പെൺകുട്ടികളൊക്കെ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കണുണ്ട്. ഇപ്പോൾ തുറക്കും എന്ന് വിചാരിച്ചിട്ടാണാവോ. നുസൈബയും എത്തിയിട്ടില്ല. എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണോ അതോ പോവണോ? ഒരു 8 മിനിറ്റിന് ശേഷം നുസൈബ വരുന്ന ബസ് വന്നു. അവൾ ബസ് ഇറങ്ങി. ഒരുപാട് കുട്ടികൾ അതിലൂടെ ഇറങ്ങുകയാണ്. അതിനുള്ളിലൂടെ അതാ ഹിജാബ് ധരിച്ച ആ നുസൈബയും ഇറങ്ങുകയാണ്. എല്ലാ കുട്ടികളും ബസ് ഇറങ്ങി കോളേജിലേക്ക് ഇങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാറ് അങ്ങോട്ട് വന്ന് നിന്നത്, നേരെ നുസൈബയുടെ മുമ്പിൽ. അവളും അവരുടെ കൂടെ റോഡ് മുറിച്ച് കടക്കുവാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. മൊബൈൽ ഷോപ്പ് അന്ന് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അതെ, ഷമ്മാസ് അപ്പോൾ വരുന്നുണ്ടായിരുന്നു. ആ ഒരു ബ്ലാക്ക് കാറ് അത് ഷമ്മാസിൻ്റേതായിരുന്നു. ഒരു നിമിഷം ഷമ്മാസ് ഒന്ന് ഹോണടിച്ചു. ഷോപ്പിൻ്റെ മുമ്പിൽ കൂട്ടം കൂടി നിൽക്കുന്ന ആ ഒരു കുട്ടികളെ ഒന്നങ്ങോട്ട് സൈഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ഹോണടിയുടെ ശബ്ദത്തിൽ നുസൈബ തിരിഞ്ഞു നോക്കി. ഒരു ബ്ലാക്ക് കാറ്, മനോഹരമായൊരു കാറ്. ആ കാറ് എവിടേക്കും ഒരു കണ്ട പരിചയം. ഇതുപോലുള്ള കാറ് എൻ്റെ ഫൈസൽക്കയുടെ വീട്ടിലുണ്ട്. അവൾ ഒന്നുകൂടെ ആ കാറൊന്ന് നോക്കി. പക്ഷേ ആ കാറിനുള്ളിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ഫാഷൻ ലോകത്തെ കുട്ടികൾക്കിടയിലൂടെ ഒരു ഹിജാബിട്ട പെണ്ണ് മാത്രം നടന്നു പോകുന്ന ആ ഒരു മനോഹരമായ കാഴ്ച അവൻ കണ്ടു. അത് മറ്റാരും ആയിരുന്നില്ല, അത് ഷമ്മാസ് ആയിരുന്നു. തൻ്റെ ഫൈസൽക്കയുടെ വീട്ടിലെ അതുപോലുള്ള കാറ് എന്ന് കരുതിയിട്ട് അവൾ ഒരിക്കൽ കൂടി അങ്ങോട്ട് നോക്കി. അപ്പോൾ ആ ഡ്രൈവിംഗ് സീറ്റിൽ അതെ, തൻ്റെ ഫൈസൽക്കയുടെ അതുപോലുള്ള ഒരു കണ്ണുകൾ. ഒരു നിമിഷം ഷമ്മാസിൻ്റെയും നുസൈബയുടെയും കണ്ണുകൾ തമ്മിലൊന്നുടക്കി. സത്യം പറഞ്ഞാൽ ഷമ്മാസ് ആ ഹിജാബ് കണ്ടിട്ട് നോക്കിയതാണ്. എന്നാലിപ്പോൾ ഹിജാബ് ഇട്ട പെൺകുട്ടികൾ. പക്ഷേ നുസൈബയാണെങ്കിലോ തൻ്റെ വീട്ടിലുള്ള അതുപോലുള്ള ആ ഒരു കാറ് കണ്ടിട്ടും നോക്കിയതാണ്. ജസ്റ്റ് ഒരു ക്ലിക്ക്. ഒരു നിമിഷം ആ കണ്ണുകൾ ഷമ്മാസിൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് പതിഞ്ഞു. മാഷാ അല്ലാ, എത്ര മനോഹരമാണ് ആ കണ്ണുകൾ. എൻ്റെ ഉമ്മ ഒരു പക്ഷേ വിചാരിക്കുന്നത് ഇതുപോലുള്ള കുട്ടികളൊക്കെ ആയിരിക്കും. എനിക്കും ഇഷ്ടം ഇതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇവരൊക്കെ ഏതെങ്കിലും വലിയ വീട്ടിലെ കുട്ടികളൊക്കെ ആയിരിക്കും. MBBS പഠിക്കല്ലേ, അപ്പോൾ അതിനുള്ള എൻട്രൻസൊക്കെ എഴുതുന്നത് എന്തായാലും കുറച്ചൊക്കെ ക്യാഷ്വലായിട്ടുള്ളവരായിരിക്കും. ഹേയ്, ഞാൻ വെറുതെ ചിന്തിച്ചു പോയതാ. അല്ലാഹുവേ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മാസം റമളാനാണ്. ഒരിക്കലും എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റായൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ നീ പൊറുക്ക് റഹ്മാനെ. ഷമ്മാസ് പതുക്കെ തൻ്റെ കണ്ണുകൾ താഴ്ത്തി. ഷമ്മാസിൻ്റെ ആ ഒരു നോട്ടം നുസൈബയുടെ ഹൃദയത്തിലും വല്ലാതങ്ങ് പതിഞ്ഞു. എവിടെയോ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ ഒരു കണ്ട പോലെ, ഒരു പരിചയമുള്ള പോലെ. അത് ആ മൊബൈൽ ഷോപ്പിൻ്റെ മുതലാളിയല്ലേ? അവൾ ഒരു നിമിഷം ചിന്തിച്ചു. ഓ, എനിക്ക് തോന്നുകയാണ് എൻ്റെ ഫൈസൽക്കയെ പോലൊക്കെ തോന്നുകയാണ്. എന്താ ചെയ്യുക, അന്ന് ആ സൗണ്ട് കേട്ടപ്പോഴും അതുപോലെ എനിക്ക് തോന്നി. ശരിക്കും ഫൈസലിൻ്റെ ഒരു ഭാവവും നടത്തും ഒക്കെ, അതേ ഒരു സൗണ്ടും. എന്നാൽ ഫൈസലിനേക്കാൾ ഒന്നുകൂടി കളറുണ്ട് ഇദ്ദേഹം. നുസൈബ് മനസ്സിൽ പ്രാർത്ഥിച്ചു, പഠിച്ചവനെ ആ ഒരു കാറ് കണ്ടിട്ടാണ് ഒന്നുകൂടി നോക്കിപ്പോയത്, അല്ലാതെ ഒരിക്കലും ഒരാളെ കാണണം എന്ന് വിചാരിച്ചിട്ടല്ല. പഠിച്ചവനെ നീ പുറത്തു തരണേ റഹ്മാനെ. നുസൈബ റോഡ് മുറിച്ച് കടക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ ഷിഫ അത് ഓടിക്കിതച്ച് വരുന്നു ബസ് ഇറങ്ങിക്കൊണ്ട്. നുസൈബ, ഡേ അവിടെ നിൽക്ക്. എന്താ ഈ പെണ്ണ് റബ്ബ ഇവിടുന്ന് ഇങ്ങനെ വിളിച്ചു പോണ്? എന്താടേ? അതെ പെണ്ണേ, എനിക്കൊരു തെറ്റ് പറ്റി. ഹോ, അതുകൊണ്ട് ഞാൻ കുടുങ്ങി. ആ എന്താടേ? മോളെ, എൻ്റെ പൈസ എൻ്റെ കയ്യിലുണ്ട്. പൈസ? ഏത് പൈസ? എടി പൊന്നാര പെണ്ണേ, നിനക്ക് മൊബൈൽ ഷോപ്പിൽ നിന്നല്ലേ കിട്ടിയില്ലേ? ഇല്ലല്ലോ, മൊബൈൽ ഷോപ്പിൽ നിന്ന് എനിക്ക് പൈസ കിട്ടി. എന്തൊക്കെ പെണ്ണീ പറയണത്? നീ ഒന്ന് പോടി, മൊബൈൽ ഷോപ്പിൽ നിന്ന് എനിക്ക് പൈസ ഇട്ടെന്താന്നില്ലേ ഈ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ട കേട്ടോ. അല്ല പെണ്ണേ, അതെ നിൻ്റെ ആ ഫോണ് നന്നാക്കിയില്ലേ? ആ ഫോണ് നന്നാക്കിൻ്റെ നീ 5000 രൂപ കൊടുത്തല്ലോ, അത് തിരിച്ച് ഇങ്ങോട്ട് അയാൾ തന്നിട്ടുണ്ട്. എന്താ പെണ്ണെ, നീ എനിക്ക് തന്നിട്ടൊന്നുമില്ല, ഈ പോടി ഇടുന്ന് എന്ന് പറഞ്ഞ് നുസൈബ ധൃതിയിൽ നടക്കുകയാണ്. അല്ല പെണ്ണെ, ഇന്നാ എൻ്റെ പൈസ. എടി, നീ എന്നെ എന്തിനെങ്ങനെ ഇതാക്കുന്നത്? ഒരിക്കലും അങ്ങനെ ഇല്ലല്ലോ, ഞാൻ ഇറങ്ങിയതാണല്ലോ അവിടെ പൈസ കൊടുത്ത്. അല്ല പെണ്ണേ, അതെ അയാൾ തിരിച്ചു തന്നടി. ഇന്ന പെണ്ണെ എൻ്റെ പൈസ. നീ ഒന്ന് പോടി പെണ്ണേ, ഈ എന്തെങ്ങനെ? സത്യമായിട്ടോടി, ഞാൻ നിനക്ക് ഇന്നലെ തരാൻ മറന്നതാണ്. ഷിഫക്ക് അങ്ങനെ മറവി വരാറില്ലല്ലോ. ഷിഫ എന്തിനാണ് എന്നെ പറ്റിക്കുന്നത്? സത്യമായിട്ടും എനിക്ക് അത്ര സംശയമുണ്ടോ?
അങ്ങനെയാണെങ്കിൽ ഈ ഒന്ന് ചോദിച്ചു നോക്ക് ആ മൊബൈൽ ഷോപ്പിലത്തെ ആളോട്, എന്താ നിങ്ങൾ ഞാൻ തന്ന പൈസ തിരിച്ച് തന്നിട്ടുണ്ടോയെന്ന്. എടി പെണ്ണേ, നീ വെറുതെ നാണം കെടുത്തല്ല കേട്ടോ. അയാളെ തോന്നുന്നുണ്ട് ആ വണ്ടിയിൽ ഞാൻ പെട്ടെന്ന് ഒന്ന് ഹോൺ അടിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ നേരെ അയാളെ മുന്നിൽ പെട്ടിടി. എനിക്ക് ആകെ ശമ്മലായിപ്പോയി. നുസൈബ, നീ എന്താ ഇങ്ങനെ വിശ്വസിക്കാത്തത്? വേണമെങ്കിൽ മതി, 5000 രൂപയാണ്, ചില്ലറ പൈസയല്ല. ഇല്ലാത്തവർക്ക് ഇത് വലിയൊരു പൈസ തന്നെ. എല്ലാവർക്കൊന്നും അതൊന്നൊരു വിഷയം ഉണ്ടാവില്ല. എന്നാ ഞാൻ സത്യമാണ് പറയുന്നത്, അയാളെ തിരിച്ച് വാങ്ങിയിട്ടില്ല. നീ കൊണ്ടുപോയി കൊടുത്ത് നമ്മളവിടെ തിരിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ച് തന്നു. ഞാൻ നിനക്ക് ഇന്നലെ തരാം, മറന്നു പോയതാ മോളെ. ഈ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എന്നെ വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു പ്ലാനിങ്ങാണ്. എടി അങ്ങനെയൊന്നും പറയല്ലേ പ്ലീസ്, സത്യമായിട്ടും അള്ളാഹു ആണ് സത്യം. എടി പെണ്ണെ, നീ വെറുതെ സത്യം വെക്കണ്ട കേട്ടോ. നുസൈബ പറഞ്ഞു. ഡി ക്ലാസ്സിൽ സാറ് വരാനായിക്കണം, വേഗം പോര്. ഒരു നിലക്കും അത് നുസൈബ വാങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അവളറിയാതെ ബാഗിനുള്ളിൽ വെച്ച് കൊടുക്കന്നെ, അല്ലാതെ എൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കാൻ എനിക്കൊരു സമാധാനമില്ല. വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുവന്നാൽ ഉമ്മ ചോദ്യം ചെയ്യും, ചീത്ത പറയും. എനിക്ക് പേടിയാണ്. എന്തായാലും നുസൈബ എന്തോ ആവശ്യത്തിന് വേണ്ടി മിസ്സിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയപ്പോൾ ആ ഒരു ബാഗിനുള്ളിൽ അവൾ ആ ക്യാഷ് വെച്ച് കൊടുത്തു. പഠിച്ചോനെ, എപ്പോഴാണ് സമാധാനമായത്. അന്ന് ഷോപ്പെല്ലാം പൂട്ടി തിരിച്ചു പോകുമ്പോഴെല്ലാം ഷമ്മാസിൻ്റെ മനസ്സിൽ അതായിരുന്നു, ആ ഹിജാബിയെക്കുറിച്ച്. എന്നാലും ഇത്രയധികം ഫാഷൻ്റെ ലോകത്ത് ജീവിക്കുന്ന, എൻട്രൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾക്കിടയിൽ ഒരു ഹിജാബ് ധരിച്ച പെൺകുട്ടി, സത്യം പറഞ്ഞാൽ വിചിത്രമായിരിക്കുന്നു. അല്ലാ, എന്നാലും ആ കുട്ടിയുടെ രക്ഷിതാക്കളൊക്കെ ആരായിരിക്കും? അല്ലെങ്കിൽ ആ കുട്ടി ഏത് വീട്ടിൽ നിന്നായിരിക്കും വരുന്നത്? അത്രയധികം ഇസ്ലാമികമായി ജീവിക്കുന്ന വേറൊരു കുട്ടിയെയും അവിടെ ഞാൻ കണ്ടില്ല. എല്ലാവരുടെയും മുടി മുന്നിലും പിന്നിലും പുറത്താണ്, കഴുത്തിലൂടെ ഒരു ഷാള്, അതൊക്കെ തന്നെ. പിന്നെ മോഡേണായിട്ട് ഇറക്കമില്ലാത്ത ഡ്രസ്സും ജീൻസും എല്ലാം ഇട്ട് അങ്ങനെ അവർക്ക് അവരുടേതായ ഒരു ലോകം. പക്ഷേ ഈ കുട്ടി അവരുടെ ഇടയിലൊക്കെ വളരെയധികം നല്ല വസ്ത്രധാരണം ധരിച്ചുകൊണ്ട്, ഹിജാബ് ധരിച്ചുകൊണ്ട് ഒരു പെണ്ണ്. എന്നാലും എനിക്ക് എന്തൊക്കെയോ അറിയാനൊക്കെ ഒരു ആഗ്രഹം തോന്നുകയാണ്. ഉമ്മ എന്നോട് പലവട്ടം ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കണില്ല ഒരിക്കലും. എന്തായാലും എനിക്ക് കല്യാണം കഴിക്കാനാകുമ്പോഴത്തേന് എന്തായാലും അതുപോലൊരു പെണ്ണിനെ കിട്ടിയാൽ നന്നായിരിക്കും. ഇൻഷാ അല്ലാ. അല്ലാഹുവേ, ഞാൻ സൗന്ദര്യം കണ്ടിട്ടോ അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടുമല്ല, ആ പെണ്ണിൻ്റെ ആ ഒരു മറവ്, അത്രയ്ക്കും ഇസ്ലാമികമായ രീതിയിൽ വസ്ത്രധാരണം ചെയ്ത് നടക്കുന്ന പെൺകുട്ടി ആയതുകൊണ്ട് എനിക്കെന്താണെന്നറിയില്ല, ഉള്ളിൽ വല്ലാത്തൊരു മുഹബത്ത്. അത് അവളോടൊന്നല്ല, അവളുടെ ആ ഒരു വസ്ത്രത്തിനോടാണ് എനിക്ക് കൂടുതൽ. അവൾ ആരാണെന്നോ ഏതാണെന്നോ അവളുടെ ഫേസ് പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്കിഷ്ടം അങ്ങനെയുള്ള പെൺകുട്ടികളാണ്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഉമ്മയുടെ ആഗ്രഹം പോലൊക്കെ തന്നെ എൻ്റെത് റെഡിയാക്കി തരട്ടെ. പക്ഷേ ഉമ്മയുടെ ഈ കാര്യത്തിനെക്കുറിച്ച് പറയുന്നത് ശരിക്കും മോശമാണ്. കാരണം മറ്റൊന്നുമല്ല, അത് ഉമ്മ എന്നോട് പല പ്രാവശ്യം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞതാണ്, ഉമ്മ എനിക്ക് ഉമ്മയുടെ കൂടെ കുറച്ച് ജീവിക്കണം, എന്നിട്ട് മതി പെണ്ണൊക്കെ. അതല്ല, അതിൻ്റെ മുമ്പെങ്ങാനും കല്യാണം കഴിഞ്ഞാൽ ഒരു പക്ഷേ അതെനിക്ക് എൻ്റെ ഉമ്മയുടെ കൂടെ ജീവിക്കാൻ ശരിക്കും പറ്റുമല്ലോ എന്നൊക്കെ ഞാനായിട്ട് തന്നെയാണ് ഉമ്മയോട് പറഞ്ഞത്. എന്തായാലും അത് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ ഒരു കാര്യം, ഞാനും കല്യാണം കഴിക്കുകയാണെങ്കിൽ അതുപോലെ പർദ്ദയിട്ട് നിഖാബ് ധരിച്ച് ഹിജാബ് ധരിച്ച് നടക്കുന്ന പെൺകുട്ടികളെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. അതെൻ്റെ മനസ്സിലത്തെ ഒരു ആഗ്രഹമാണല്ലോ. ഒരാളുടെ മുഖം കണ്ടിട്ടോ ഒന്നുമല്ല, ആളാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടോ ഒന്നുമല്ല. പക്ഷേ എന്താ അറിയില്ല, മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു വസ്ത്രം ധരിച്ച് നടക്കുന്ന പെൺകുട്ടിയോട് ഒരു ഇഷ്ടം തോന്നുകയാണ്. പഠിച്ചോനെ പൊറുക്കണേ അല്ലാ. എത്ര പെട്ടെന്നാണ് വീടെത്തിയത്. അല്ലെങ്കിലും ഈ സ്വപ്നം കാണുമ്പോൾ പെട്ടെന്ന് ടൈം പോകണ അറിവില്ല. ഉമ്മ 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 ഷമ്മാസ് വാതിലിനെ തട്ടി വിളിക്കുകയാണ്. കോളിംഗ് ബെല്ലുണ്ട്, പക്ഷെ അവനത് ഇഷ്ടമല്ല. അവന് ഉമ്മയെ ഇങ്ങനെ വിളിക്കണം, ചെറുപ്പത്തിൽ വിളിച്ച പോലെ, ചെറിയ കുട്ടികളെ പോലെ. ഉമ്മ, എൻ്റെ ഉമ്മ ഇവിടെ നിസ്കരിക്കുകയാണോ? ഉമ്മ, മോനെ നീ വന്നോ? ഉമ്മ പെട്ടെന്ന് വന്നു. മോനെ എനിക്ക് ആ ബെല്ലൊന്ന് അടിച്ചുവിടടാ. ഉമ്മ, ബെല്ലടിച്ചാൽ വിളി കേൾക്കുന്നത് ആരെയാണ് വിളിക്കുന്നത്?
ശരിയാണ്, എല്ലാവരും അറിയും പുറത്തൊരാൾ വന്നിക്കണമെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ ഉമ്മാനെ വിളിക്കണം. എൻ്റെ വിളി കേട്ട് എൻ്റെ ഉമ്മ വന്ന് വാതിൽ തുറക്കണം. അതെൻ്റെ ഒരു ഇഷ്ടമാണ്. എന്തപ്പോൾ ചെയ്യുക? ഇത്രയും കാലം ഞാൻ ഉമ്മാനെ വിളിക്കാൻ കിട്ടിയിട്ടില്ലല്ലോ. 4 വർഷമായില്ലേ ഇപ്പോഴല്ലേ എനിക്ക് കിട്ടണത്. അതെ, എൻ്റെ ഉമ്മാനെ വിളിക്കുക എന്ന് വെച്ചാൽ അതിനും വേറെ വലിയൊരു സുഖം എനിക്ക് വേറെ ഒന്നുമില്ലമ്മ. ഉമ്മ എന്നുള്ള ഒരു വിളി അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുമല്ല ഉമ്മ, എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കണം. ഉമ്മാൻ്റെ മുഖത്ത് നോക്കിയാൽ എത്രമാത്രം കൂലിയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ആ, 3 കാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് കൂലിയുണ്ട് അത്രേ നോക്കിയാൽ. അതിൽ എന്താണ് ഒരു കാര്യം ഉമ്മക്കറിയോ? മോനെ, അത് കഅബത്തങ്ങൾക്ക് നോക്കണേക്കല്ലേ. ആ ഉമ്മ, കഅബയിലേക്ക് നോക്കിയാലും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കിയാലും ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയാലും ഒരേ പ്രതിഫലമാണ് പഠിച്ചോനെ. അപ്പോൾ എത്രമാത്രം എൻ്റെ ഉമ്മ എനിക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അത്രക്കും കൂലിയല്ലേ ഉമ്മാൻ്റെ മുഖത്തേക്ക് നോക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഉമ്മ ഞാൻ അങ്ങനെ വിളിക്കണത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഉമ്മ ഇല്ലാതെ ജീവിക്കാൻ തന്നെ പ്രയാസമാണ്. ആ 4 കൊല്ലം അതെനിക്ക് വലിയൊരു മിസ്സിങ് ആയിരുന്നു, എൻ്റെ ഉമ്മാൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാത്തതിൽ. എന്താ ചെയ്യുക മോനെ? അതിന് പകരമായിട്ട് എൻ്റെ കുട്ടി ഇപ്പോൾ വന്നല്ലോ, ഉമ്മാനെ കണ്ണെറിയെ കണ്ടല്ലോ, ഇനി എന്താ വേണ്ടിയത് മോനെ? എനിക്ക് എന്നും ഇങ്ങനെ ഉമ്മാനെ കണ്ടുകൊണ്ടിരുന്നാൽ മതിയോ? എനിക്കും വേണ്ടേ ഒരു പെൺകുട്ടിനെ? കെട്ടാനായി തുടങ്ങിയല്ലോ, ഇനിയിപ്പോൾ എന്നാ? ഇനിയിപ്പോൾ എൻ്റെ കാലശേഷമായിരിക്കുമോ പഠിച്ചോനെ? ഉമ്മ അങ്ങനൊന്നും പറയല്ലേ. അതല്ലേ, എനിക്ക് അതും കൂടി കണ്ടിട്ട് മരിച്ചാൽ മതി എൻ്റെ പൊന്നു മോനെ. ഈ ഒന്ന് കെട്ടിക്കൊണ്ടിരണം ഇങ്ങോട്ട്. എൻ്റെ കൂടെ ഒരു പെണ്ണ് ജീവിക്കാൻ, എന്നെ നോക്കാൻ ഒരാളുണ്ടെങ്കിൽ എനിക്ക് നല്ല റാഹത്തോടു കൂടി ഒന്ന് കണ്ണടക്കാലോ. ബാക്കിയുള്ള എല്ലായിടത്തും കഴിഞ്ഞില്ലേ. ഒരു നിമിഷം ഉമ്മ നുസൈബയെക്കുറിച്ചും ചിന്തിച്ചു. ഉമ്മ, നിങ്ങളെ കല്യാണം കാര്യം പറയുമ്പോൾ ഇടയ്ക്കൊരു ചിന്ത നിങ്ങൾക്ക് പോകുന്നുണ്ടല്ലോ, എന്ത് സംഭവം അത്? ഒന്നുമില്ല മോനെ, എൻ്റെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് എനിക്ക് മരിച്ചാൽ മതി, അതാണ് എൻ്റെ ആഗ്രഹം. അല്ലമ്മ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? പറയും മോനെ. എൻ്റെ ഉമ്മക്ക് എങ്ങനത്തെ പെൺകുട്ടീനാണ് വേണ്ടത് മോനെ? പെൺകുട്ടി എന്ന് വെച്ചാൽ പെൺകുട്ടികൾ കുറേ ഉണ്ടാവും, പക്ഷേ നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവും. നമുക്കൊരിക്കലും പെണ്ണ് നല്ലതാണോ ചീത്തയാണോ എന്ന് ചൂഴി നോക്കാൻ പറ്റൂലല്ലോ. ചക്കയല്ലല്ലോ ചൂഴി നോക്കാൻ. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് ചില പെൺകുട്ടികൾ കടന്നു വരും. അവർ എല്ലാം കൊണ്ടും നല്ലതായിരിക്കും, എല്ലാം കൊണ്ടും. പക്ഷേ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നല്ല രീതിയിൽ നടക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. അവരെപ്പോഴും ഒറ്റപ്പെടും. അവർക്ക് ഒരുപാട് ടെൻഷൻ അനുഭവിക്കേണ്ടി വരും. നേരെ വഴിക്ക് നടക്കുന്ന കുട്ടികളെല്ലാം അങ്ങനെ തന്നെ. അധികവും എല്ലാവരെയും പറയണില്ല, അതവർക്ക് അള്ളാഹു ഓരോന്ന് വിധിക്കണമായിരിക്കും. ഉമ്മങ്ങളെ ആരെ കാര്യമാണ് ഈ പറയണത്? ഇടയ്ക്കിടയ്ക്ക് ഒരു ഇതുണ്ട് നിങ്ങൾക്ക്. ആരെ കാര്യം നിങ്ങളിങ്ങനെ? ആർക്കാണ് ഇവിടെ സുഖമില്ലാത്തത് ഒന്ന് പറയും? ഇപ്പോൾ ഇതാ ഫൈസൽക്ക എപ്പോഴും വൈഫിൻ്റെ ഒപ്പം, വലിയ കാക്ക എപ്പോഴും വൈഫും കുട്ടികളും ഗൾഫിൽ, പിന്നെ പാരാ സാജിത്ത ഇപ്പോൾ ഇളയ നാട്ടിലുണ്ട്. പിന്നെ ഇപ്പോൾ എന്താണമ്മ, എല്ലാവർക്കും സുഖമല്ലേ, റാഹത്തല്ലേ? എല്ലാവർക്കും അവനവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ആളുകളെ തന്നെ കിട്ടുകയും ചെയ്തു. ഫൈസൽക്കാന്ന് വെച്ചാൽ പൊതുവേ കുറച്ച് ഫാഷൻ്റെ ആളാണ്. അതുപോലെ തന്നെയാണ് ഫൈസൽ ഖാൻ്റെ വൈഫും. പിന്നെ എന്താമ്മ? പിന്നെ എൻ്റെ കാര്യമല്ലേ, എൻ്റെ കാര്യത്തിന് പിന്നെ ഉമ്മ പറഞ്ഞല്ലോ അത് കണ്ടിട്ട് വേണം കണ്ണെടുക്കാനെന്നൊക്കെ. ഇൻഷാ അല്ലാ ഉമ്മ കുറച്ചും കൂടി ഒന്ന് കഴിയട്ടെ കേട്ടോ. അങ്ങനെയായിട്ട് എൻ്റെ ഉമ്മക്ക് പറ്റിയൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടുവരും. മോനെ, എനിക്ക് പറ്റിയ പെൺകുട്ടി എങ്ങനെയാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? അല്ല, ഉമ്മാക്ക് ഇഷ്ടം കുറച്ചൊക്കെ ദീനിയായ രീതിയിലുള്ളതൊക്കെ അല്ലേ? ആ മോനെ, അതാ നല്ലത്. മറ്റത് അതായാലെന്തേ? അവരൊക്കെ ഫാഷൻ ലോകത്ത് ജീവിക്കും. ഉമ്മയെക്കുറിച്ചോ ഉപ്പയെക്കുറിച്ചോ ഒന്നും ഒരു ചിന്ത ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, അവർക്ക് അവരുടേതായ ജീവിതം ഒക്കെ ആയിരിക്കും. നമ്മളത് നോക്കാനും മൈൻഡ് ചെയ്യാനും ആരും ഉണ്ടാവില്ല. നമ്മളിവിടെ ഒറ്റപ്പെടും. എനിക്ക് ഉപ്പുണ്ടാണെങ്കിൽ ഇവിടെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ദീനിയായ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ മനസ്സിൽ കുറച്ചൊരു പേടി ഉണ്ടാവുമല്ലോ. ഒന്നുമില്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെയാണ്, അല്ലെങ്കിൽ ഉമ്മയാണ് എന്നതിനെക്കുറിച്ചൊക്കെ. അതില്ല, ഞാൻ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എൻ്റെ കുട്ടി കെട്ടുകയാണെങ്കിൽ ദീനുള്ള കുട്ടീനെ കെട്ടണം കേട്ടോ. അതാണ് നമ്മൾ മുൻപന്തിയിൽ നോക്കേണ്ടത്. ഒരുപാട് സ്വത്തും മുതലും സൗന്ദര്യമൊന്നുമല്ല. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ ദീന നോക്കിയൊക്കെയോ, ദീന നോക്കിയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും ഇൻഷാ അല്ലാ. എൻ്റെ കുട്ടി അങ്ങനെ തന്നെ. അത് ഇനിയിപ്പോൾ എവിടെ നിന്നാണെങ്കിലും വേണ്ടിയില്ല. ഇനിയിപ്പോൾ ഈ പറഞ്ഞ മലേഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ അറബ് നാട്ടിൽ നിന്നോ അതല്ല കേരളത്തിൽ നിന്നോ എവിടെ നിന്നാണെങ്കിലും വേണ്ടില്ല. എൻ്റെ കുട്ടി ഒരു ദീനുള്ള കുട്ടീനെ കൊണ്ടുവന്നാൽ ദാ ഈ ഉമ്മ സ്വീകരിക്കും. സത്യമായിട്ടും
എൻ്റെ കുട്ടിക്ക് നല്ല ജീവിതം ഉണ്ടാവും ചെയ്യും. അതുകൊണ്ട് എൻ്റെ മോൻ ഒരിക്കലും ഫാഷൻ്റെ ലോകത്തുള്ള പെൺകുട്ടികളെ തിരഞ്ഞെടുക്കരുത് കേട്ടോ. ഒരുപാട് കുട്ടികളുണ്ടാവും മുടിയൊക്കെ കാട്ടി നല്ല സ്റ്റൈലിൽ നല്ല മോഡലിൽ ജീൻസൊക്കെ ധരിച്ച് നടക്കണ്. എൻ്റെ പൊന്നു മോനെ ദയവായി അങ്ങനത്തെ ഒന്നും നോക്കരുത് കേട്ടോ. എൻ്റെ കുട്ടി നല്ല ഹയറായ കുട്ടികളെ എവിടെ നിന്ന് കാണിച്ചു തരാണെങ്കിലും ഈ ഉമ്മ അതിന് സമ്മതിക്കും, അത് ഉറപ്പാണ്. എൻ്റെ ഷോമോനെ തെറ്റിലേക്കൊന്നും പോകില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണത്. ഉമ്മ ഇൻഷാ അല്ലാ. ഉമ്മയുടെ കൈ പിടിച്ച് ഷമ്മാസ് തൻ്റെ കവിളിൽ വെച്ചു. ഉമ്മ, നിങ്ങളെ കൈകൾ എന്തൊരു സോഫ്റ്റാണല്ലമ്മ. നിങ്ങൾ എന്നെ പ്രസവിച്ചപ്പോൾ ഇതുപോലല്ലായിരുന്നോ? നിങ്ങളെ കൈകളിൽ കിടന്നല്ലേ ഞാൻ വളർന്നത്. ഇപ്പോൾ ഉമ്മാക്ക് എന്നെ കൈകളിൽ കിടത്താനൊന്നും പറ്റില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് എൻ്റെ ഉമ്മാൻ്റെ മുഖം ഇങ്ങനെ തടവുകയാണ്. ഉമ്മാൻ്റെ ഈ മുഖം എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ. എനിക്ക് കണ്ണ് തുറന്നാൽ ഉമ്മാനെ കാണണം, അങ്ങനെയൊക്കെ തോന്നുകയാണ് ഉമ്മ. എന്തപ്പോൾ ഞാൻ ചെയ്യുക? മോനെ എന്തുടാ എനിക്ക് എന്ത് പറ്റിയത്? ആരും പറയാത്ത വാക്കുകൾ. ഉമ്മാനെ കാര്യം ഇങ്ങനെ സ്നേഹിക്കുമോ? ഉമ്മ നിങ്ങളങ്ങനെ പറയില്ലേ. എനിക്ക് നിങ്ങളല്ലാതെ ആരാ ഉള്ളത്? എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഒരേ ഒരു സുഖം എൻ്റെ ഒരു ഉമ്മയാണ്, ഒരു സമാധാനം എൻ്റെ ഉമ്മ മാത്രമാണ്. പിന്നെന്താ? അള്ളാഹുവേ, എൻ്റെ കുട്ടിക്ക് നീ ഹയറായൊരു പെൺകുട്ടിയെ നീ കൊടുക്ക് റഹ്മാനെ. ആമീൻ. എൻ്റെ മോൻ്റെ ഒരു സ്നേഹം കണ്ടില്ലേ? പഠിച്ചോനെ എല്ലാ അമ്മമാർക്കും ഇങ്ങനത്തെ മക്കളുണ്ടാവാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. ആമീൻ. ഉമ്മ ദുആ ചെയ്തു. ഉമ്മ, എനിക്ക് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ടല്ലേ? അതെന്തിനാ അമ്മ? മോനെ, നമ്മളോട് സ്നേഹം കാണിക്കുമ്പോഴല്ലേ നമ്മൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ തോന്നുക. ശരിയാണ്, എൻ്റെ എല്ലാ മക്കൾക്കും ഞാൻ ദുആ ചെയ്യാറുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഒരു സംസാരവും കാട്ടിക്കൂട്ടലേക്ക് കാണുമ്പോൾ, എന്നോട് തർക്കുത്തരം പറയലും ഒക്കെ കാണുമ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് മോനെ. ഉമ്മ, എന്നാലും എൻ്റെ ഉമ്മാൻ്റെ മക്കൾ അറിവുകേട് കൊണ്ട് പറയണമായിരിക്കും. ഉമ്മ എല്ലാം ക്ഷമിച്ച് കൊടുക്കണം കേട്ടോ മോനെ. എല്ലാം ഞാൻ ക്ഷമിക്കുന്നുണ്ട്, എല്ലാവർക്കും ദുആ ചെയ്യുന്നുണ്ട്. പക്ഷേ നീ അങ്ങനെ ഒന്നല്ലല്ലോ. നീ എന്നോട് ഇതുവരെ മറുത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. അതാണ് ഈ ഉമ്മയുടെ ഹൃദയത്തിലുള്ള നിനക്കുള്ള സ്ഥാനം. ഒന്നും എന്ത് പറഞ്ഞാലും മോളി കേൾക്കുക, അതിനനുസരിച്ച് നിൽക്കുക എന്നല്ലാതെ എനിക്കെതിരായിട്ട് നിൻ്റെ നാവ് പൊങ്ങിയിട്ടില്ലല്ലോ ഷമ്മാസേ. അതാണ് എനിക്ക് നിന്നോട് ഇത്രത്. അല്ലാതെ ചെറിയ കുട്ടിയായതുകൊണ്ടോ ഉപ്പ മരിച്ച പെണ്ണ് കെട്ടാത്ത കുട്ടിയായതുകൊണ്ടോ ഒന്നുമല്ല. നിൻ്റെ ആ സ്വഭാവമാണ്. എന്തായാലും നിൻ്റെ ഉപ്പ നിന്നെ എനിക്ക് സമ്മാനിച്ചിട്ടാണല്ലോ യാത്ര ആയത്. അവസാനത്തിലാണെങ്കിലും എനിക്ക് ഉപ്പാക്ക് പകരവും മകന് പകരം ഒക്കെ തണലായി താങ്ങായി എൻ്റെ മോനാണല്ലോ ഉള്ളത്. അള്ളാഹു എൻ്റെ കുട്ടിക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണേ. എൻ്റെ എല്ലാ മക്കളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ആമീൻ. ഉമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. ഉമ്മയുടെ മടിയിൽ ഷമ്മാസ് തല വെച്ച് കിടക്കുകയാണ്. ഉമ്മ ഷമ്മാസിൻ്റെ മുടിയിഴകളിലൂടെ തഴുകി തലോടുകയാണ്. മോനെ, എൻ്റെ കുട്ടിക്ക് ഉമ്മ പറയ് എന്താണ്? ഉമ്മാക്ക് ഇങ്ങനെ ദിവസം തോറും ഇങ്ങനെ ഒരു വയ്യാത്ത പോലൊക്കെ തോന്നുകയാണ്. എന്തപ്പോൾ ചെയ്യാം? എനിക്ക് ഇനി അധികം ദിവസമൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഉമ്മ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? നിങ്ങൾ എപ്പോഴും അതാണല്ലോ പറയുന്നത്. അതല്ല മോനെ, എൻ്റെ കുട്ടിക്കും വേണ്ടേ ഒരു ഇണം തുണക്കെ? എല്ലാവർക്കും ഉണ്ടല്ലോ. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ എൻ്റെ കുട്ടി മാത്രം ഒറ്റപ്പെടുന്ന അവസ്ഥ എനിക്ക് തോന്നുകയാണേ. ഇങ്ങനെ വരരുത്. അപ്പോൾ ഉമ്മ മരിക്കണതിന് മുമ്പായിട്ട് എൻ്റെ കുട്ടി ഒന്ന് ഒരു പെൺകുട്ടിനെ കൊണ്ടുവരണിട്ട് ഇങ്ങോട്ട്. ഹയറായ ഒരു പെൺകുട്ടി മതി. എന്തൊക്കെ തന്നെയായാലും ദീന നോക്കാൻ എൻ്റെ കുട്ടി മറക്കരുത്. എന്ത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ മോനെ, അതുണ്ടായാലും രക്ഷപ്പെട്ടു. എൻ്റെ കുട്ടിൻ്റെ ജീവിതം അള്ളാഹുവേ നീ ഹയറിലാക്കണേ റഹ്മാനെ. യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ജീവിതം എൻ്റെ കുട്ടിക്ക് നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ എൻ്റെ എല്ലാ മക്കളെയും നീ ഹയറിലാക്കണേ. ഉമ്മ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമ്മ, നിങ്ങൾ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ ഞങ്ങൾ എന്തിനാ പേടിക്കണത്? ഒരിക്കലേ മൂസാ നബിനോട് അള്ളാഹു പറഞ്ഞ ഒരു ചരിത്രമുണ്ട്, നിങ്ങൾക്കറിയോ? അള്ളാഹു പറഞ്ഞ വാക്കുകളാണ്. മൂസാ നബിയുടെ ഉമ്മ മരണപ്പെട്ടപ്പോൾ അള്ളാഹു മൂസാ നബിനോട് പറയാണ്, ഹേ മൂസ, ഇനി നിങ്ങൾ നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നിങ്ങൾക്ക് വേണ്ടി കൈകൾ ഉയർത്താൻ നിങ്ങളുടെ ഉമ്മ ഇന്നില്ല, മരണപ്പെട്ടു പോയി. അതുകൊണ്ട് ദുആ ചെയ്യാൻ ഉമ്മയുടെ കരങ്ങളുണ്ടായാൽ ഒരു പേടിയും പേടിക്കണ്ട. ഉമ്മയില്ലെങ്കിലോ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. അപ്പോൾ ഉമ്മ, ഞങ്ങളെല്ലാവരും ഇന്ന് ഭാഗ്യവാന്മാരാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ ഉമ്മയുടെ കൈകൾ ഉണ്ടാവുമല്ലോ. പിന്നെന്താ മോനെ, അതുണ്ടാവും തീർച്ചയായും.
ഷമ്മാസിൻ്റെ മുടിയിഴകളിലൂടെ ഉമ്മങ്ങനെ തലോടിക്കൊണ്ടിരുന്നു. ഷമ്മാസ് പതുക്കെ പാതി മയക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. അപ്പോഴും ഷമ്മാസിൻ്റെ മുമ്പിൽ വന്നത് ആ ഫാഷൻ ലോകത്ത് ഫാഷൻ ഡ്രസ്സ് ധരിച്ച് കുട്ടികൾക്ക് ഇടയിലൂടെ നടന്നു വരുന്ന ആ ഒരു ഹിജാബിൻ്റെ രൂപമായിരുന്നു. സത്യത്തിൽ ആരായിരിക്കും അത്? അവരുടെ പേരെന്തായിരിക്കും? ഒരു നിമിഷം ഷമ്മാസ് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നു. ആ ഒരു സ്വപ്നലോകത്തേക്ക് അവൻ വഴുതി വീണു. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം.